ഉയരുകയായി പൂവിളി ഈ ഓണദിനത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. രചന ശ്രീ കെ രാകേഷ് ബാബു. അവതരണം സജന പണിക്കൽ. ശബ്ദമിശ്രണം സാങ്കേതിക സഹായം ശ്രീ മനോജ് കെ ഗോവിന്ദ്. ഉയരുകയായി പൂവിളി. മേലെ മാനം മൂടിയ കാർമേഘങ്ങൾ എങ്ങുനിന്നോ എത്തിയ കാറ്റിൽ മെല്ലെ മാഞ്ഞു. താഴെ പ്രതീക്ഷയുടെ പുഞ്ചിരി പോലെ ഇളവയിൽ പരന്നു. സുഖം പകരുന്ന കാറ്റെങ്ങും വീശി. കാട്ടിലും മേട്ടിലും കുന്നിൻ ചെരുവിലും കുഞ്ഞുപൂക്കൾ മെഴുതുറന്നു. ദൂരെ എവിടെയോ പൂവിളികൾ ഉയർന്നു. ഓണം വരവായി. മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ ഓണം ഇതാ വന്നെത്തുന്നു. മനുഷ്യനെ പങ്കിടുന്ന മതിലുകളില്ലാത്ത ഒരു കാലത്തിൻ്റെ ഓർമ്മകൾ ചിറകടിച്ചുയരുന്നു. നാം ഓരോരുത്തരും മധുരസ്മരണകളായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഹൃദയാനുഭവങ്ങൾക്കൊപ്പം സ്ഥാനം പിടിച്ച മറ്റൊന്നുകൂടിയുണ്ട്, ഓണപ്പാട്ടുകൾ. പൂവേ പുലി പാടി നടന്ന ആ പഴയ കാലത്തിൻ്റെ ആർപ്പുവിളികളിൽ നമ്മെ സ്വപ്നസഞ്ചാരികളാക്കിയ പ്രിയപ്പെട്ട പാട്ടുകൾ. നാടൻ പാട്ടുകളിലും ചലച്ചിത്രങ്ങളിലും കേട്ടു തുടങ്ങിയ ഓണപ്പാട്ടുകളേക്കാൾ മനസ്സിൽ തങ്ങി നിന്നതും പ്രിയങ്കരമായതും പിന്നീട് കാസറ്റുകൾക്ക് വേണ്ടി ഇറങ്ങിയ ഗാനങ്ങളാണ്. HMVയുടെയും തരംഗിണിയുടെയും മറ്റും പേരുകളിൽ ശ്രീകുമാരൻ തമ്പിയും യൂസഫ് അലി കേച്ചേരിയും രവീന്ദ്രനും MS വിശ്വനാഥനുമൊക്കെ നമുക്ക് സമ്മാനിച്ച അമൂല്യ ഗാനങ്ങൾ. ഗാനവീഥിയിൽ വിരാജിക്കാൻ തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ടുകളിലേറെയായെങ്കിലും അവയെ കൈവിടാതെ ജീവനെപ്പോലെ കൊണ്ടു നടന്നവരാണ് നമ്മൾ. പലപ്പോഴും ആ പാട്ടുകൾ കേട്ട് മലയാളി ഹൃദയങ്ങൾ സ്വയം മറന്നു, അല്ലെങ്കിൽ സ്വയം മറക്കുവാൻ മാത്രമായി അവ വീണ്ടും വീണ്ടും കേട്ടു. മാവേലി വന്നോ മന്നൻ മാവേലി വന്നോ, അത്തപ്പൂ നൃത്തം വെച്ചു ചിത്തിരപ്പൂ ചിരി തൂകി ചോദിപ്പൂ ചോദിച്ചു. മാവേലി വന്നോ മന്നൻ മാവേലി വന്നോ. 1970 HMV പുറത്തിറക്കിയ മധുരഗീതങ്ങൾ എന്ന ആൽബത്തിലാണ് സിനിമയിലല്ലാത്ത ഒരു ഓണപ്പാട്ട് ആദ്യമായി കേട്ടത്. ഓണപ്പാട്ടുകളുടെ തമ്പുരാൻ ശ്രീകുമാരൻ തമ്പി എഴുതി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഈ ഗാനം കർക്കിടകത്തിൻ്റെ വിടവാങ്ങലിനെയും ചിങ്ങത്തിൻ്റെ ആഹ്ലാദദായകമായ വരവിനെയും അടയാളപ്പെടുത്തുന്നു. യേശുദാസന്റെ ആലാപനമാകട്ടെ കാർമേഘങ്ങൾ നീങ്ങി വെയിലു തെളിയുന്ന അനുഭൂതി ഹൃദയത്തിൽ നിറയ്ക്കുന്നു. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ. മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി അവൾ മധുഹാസം തൂകി. 1983 BMG ക്രിസന്റോയുമായി സഹകരിച്ച് തരംഗിണി പുറത്തിറക്കിയ ഉത്സവ ഗാനങ്ങളാണ് പൂർണ്ണമായും ഓണപ്പാട്ടുകൾ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ആൽബം. ഉത്രാടപ്പൂനിലാവേ വാ, പായിപ്പാട്ടാറ്റിൽ വള്ളംകളി, ഒരു നുള്ളു കാക്കപ്പൂ തുടങ്ങിയ 10 ഗാനങ്ങൾ രവീന്ദ്രന്റെ സംഗീത ചാരുതയിലാണ് അണിഞ്ഞൊരുങ്ങിയത്. ഓണത്തിൻ്റെ പതിവ് സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രേമവും മോഹവും മോഹഭംഗവും ദാരിദ്ര്യവും വരെ വിഷയമായ ഈ ഓണപ്പാട്ടുകൾ എഴുതിയത്
ശ്രീകുമാരൻ തമ്പിയാണ്. ഇതേ ടീമിനെ വെച്ച് 1985 തരങ്കിണി ഉത്സവഗാനങ്ങൾ 3 പുറത്തിറക്കിയെങ്കിലും അവ അത്ര കണ്ട് ജനപ്രിയമായില്ല. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ. HMVയുടെ കുത്തക തകർത്ത് തരങ്കിണി തെളിച്ച വഴിയിലൂടെ മറ്റനേകം കാസറ്റ് കമ്പനികളും ഓണപ്പാട്ടുകളുമായെത്തി. ഇവയിൽ അണിനിരന്ന മിക്കവാറും എല്ലാ ഗാനരചയിതാക്കളും ശ്രീകുമാരൻ തമ്പിയെ പിന്തുടർന്ന് ഓണപ്പാട്ടുകളിൽ പ്രണയവർണ്ണങ്ങൾ ചാലിച്ചാണ് നമുക്ക് തന്നത്. 1986 തരങ്കിണിയുടെ ആവണിപ്പൂക്കൾ എന്ന ആൽബത്തിൽ ഇതേ രീതി തന്നെയാണ് യൂസഫലി കേച്ചേരി പ്രയോഗിച്ചത്. തുളസി കൃഷ്ണ തുളസി, ത്രിസന്ധ്യ വിട ചൊല്ലും നേരം, അത്തക്കളത്തിന് തുടങ്ങിയ മനോഹര ഗാനങ്ങൾക്ക് ഈണം പകർന്നത് MS വിശ്വനാഥനാണ്. തുളസി കൃഷ്ണ തുളസി, നിന്നെഞ്ചിലെരിയുന്ന ചന്ദനത്തിരിയിലൊരഭൗമ ഹൃദ്യ സുഗന്ധം, ഒരധ്യാത്മ ദിവ്യ സുഗന്ധം. തുളസി കൃഷ്ണ തുളസി, നിന്നെഞ്ചിലെരിയുന്ന ചന്ദനത്തിരിയിലൊരഭൗമ ഹൃദ്യ സുഗന്ധം, ഒരധ്യാത്മ ദിവ്യ സുഗന്ധം. തരങ്കിണിയുടെ അമരക്കാരനായ യേശുദാസ് തന്നെ ഓണപ്പാട്ടുകൾക്ക് ഈണമൊരുക്കുകയുണ്ടായി. 1988 ആവണിത്തെന്നൽ എന്ന ആൽബത്തിന് രചന നിർവഹിച്ചത് യൂസഫലി കേച്ചേരിയാണ്. ഓണക്കാലത്ത് നാട്ടിൽ പ്രിയപ്പെട്ടവരുടെ അരികിലെത്താൻ കഴിയാതെ പോയ എത്രയോ വ്രണിത ഹൃദയങ്ങളുടെ വേദന മനോഹരമായി പകർത്താൻ ഈ ഗാനത്തിലൂടെ യൂസഫലിക്ക് സാധിച്ചു. പ്രവാസിയുടെ മനസ്സറിഞ്ഞ മറ്റൊരു ശ്രദ്ധേയ രചന നടത്തിയത് PC അരവിന്ദനാണ്. 1993 ശ്രുതിലയ തരങ്കിണിയിലെ ഈ മരുഭൂവിൽ പൂവുകളില്ല എന്ന ഗാനം ഗൃഹാതുരതയുടെ നേർക്കാഴ്ചയാണ്. കണ്ണൂർ രാജനാണ് ഈ ഗാനത്തിന് ഈണം പകർന്നത്. രാജാമണി സംഗീതം നൽകിയ ശ്രാവണമേ ഈ വഴിയേ എന്ന ഗാനവും ഈ ആൽബത്തിലാണ്. ദൂരയാണു കേരളം, പോയി വരാമോ പ്രേമദൂതുമായി, തെന്നലേ പോയി വരാമോ. ദൂരയാണു കേരളം, പോയി വരാമോ പ്രേമദൂതുമായി, തെന്നലേ പോയി വരാമോ. അവിടെയെല്ലാം മുറ്റത്തും പൂക്കളം കാണാം, എന്റെ അങ്കണത്തിൽ മാത്രം കണ്ണു നീർക്കണം കാണാം. 1997 ആവണി പൊൻപുലരി എന്ന ആൽബത്തിലൂടെ ബേണി ഇഗ്നേഷ്യസിനെയാണ് തരങ്കിണി അവതരിപ്പിച്ചത്. നാടുകാണി ചുരം കാണാൻ, ശ്രാവണ ശശിലേഖേ, അകലെ ഓണം പുലരുമ്പോൾ തുടങ്ങിയ നല്ല ഗാനങ്ങളുമായാണ് ആവണി പൊൻപുലരി വിടർന്നത്. സംഗീത സജിത്തും യേശുദാസും വിജയ് യേശുദാസും ചേർന്ന് പാടിയ വള്ളംകളിയുടെ ആവേശം നിറയുന്ന ഈ ഉത്സവഗാനത്തിന്റെ രചന AV വാസുദേവൻ പോറ്റിയാണ്. ഓണത്തപ്പനെഴുന്നള്ളും നേരത്തൊരു താലപ്പൊലി കാണിക്കയായി നേദിക്കാൻ പാലടയും വേണം. ഓണത്തപ്പനെഴുന്നള്ളും
നേരത്തൊരു താലപ്പൊലി കാണിക്കയായി നീതിക്കാൻ പാലടയും വേണം. മേളിക്കുന്ന ജനങ്ങൾക്കും ഓണക്കോടി കൊടുക്കണം. ഓണ സദ്യ ഒരുക്കുവാൻ കൂട്ടരും വേണം. 1992 ഉത്സവഗാനങ്ങളോട് കിടപിടിക്കുന്ന ഗാനങ്ങളുമായി പൊന്നോണ തരംഗിണിയുടെ വരവ്. ഒന്നിച്ചപ്പോഴെല്ലാം ശ്രവണസുന്ദര ഗാനങ്ങൾ ഒരുക്കിയ ശ്രീകുമാരൻ തമ്പിയും രവീന്ദ്രനും തന്നെയാണ് ഇതിൻ്റെ ശില്പികൾ. ചിങ്ങുവയൽ കിളി, മുടിപ്പൂക്കൽ വാടിയാൽ, പാതിരാമയക്കത്തിൽ തുടങ്ങിയ ഒരു പിടി മികച്ച ഗാനങ്ങളായിരുന്നു ഈ ആൽബത്തിൽ. ചിങ്ങവയൽ കിളി മംഗല്യ പൈങ്കിളി സ്വർണം വിളയുന്ന കാലമായി. ചുണ്ടിൽ കതിർ ചൂടി നെഞ്ചിൽ കൊതി ചൂടി കൊഞ്ചിക്കുഴയുവാൻ നേരമായി. ചിങ്ങവയൽ കിളി മംഗല്യ പൈങ്കിളി. പൊന്നോണ തരംഗിണിക്ക് 3ഉം 4ഉം വോള്യങ്ങൾ ഉണ്ടായിരുന്നു. PK ഗോപി, KL ശ്രീകൃഷ്ണദാസ്, K ജയകുമാർ എന്നീ ഗാനരചയിതാക്കളും MP പ്രഭാകരൻ, ജർസൻ ആന്റണി, S ബാലകൃഷ്ണൻ എന്നീ സംഗീത സംവിധായകരും അണിനിരന്നതായിരുന്നു വോള്യം 3. ഇവിടെ S ബാലകൃഷ്ണന്റെ കാതിനിമ്പം പകരുന്ന ഒരു ഗാനം കേൾക്കാം. ശ്രാവണ സങ്കൽപ്പ തീരങ്ങളിൽ ശാരിക പാടിയ നേരം. ശ്രാവണ സങ്കൽപ്പ തീരങ്ങളിൽ ശാരിക പാടിയ നേരം. ഓർമ്മകളിൽ തെളിയുകയായി പൊന്നോമനതൻ രൂപം. ഓർമ്മകളിൽ തെളിയുകയായി പൊന്നോമനതൻ രൂപം. ശ്രാവണ സങ്കൽപ്പ തീരങ്ങളിൽ ശാരിക പാടിയ നേരം. മറ്റു ഭാഷകളിൽ നിന്നുള്ള സംവിധായകരും ഓണപ്പാട്ടുകളുമായി എത്തിയിരുന്നു. ആവണിപ്പൂച്ചെണ്ടിലൂടെ രവീന്ദ്ര ജെയിനും, ആവണിപ്പൂക്കുടയിലൂടെ ഉഷാ ഖന്നയും, ആവണിക്കനവുകളിലൂടെ രവി ബോംബെയും, തിരുവോണ കൈനീട്ടത്തിലൂടെ വിദ്യാസാഗറും ഓണപ്പൂവിളികളിൽ പങ്കുചേർന്നു. ഓണപ്പാട്ടുകളുടെ ഈ വസന്തകാലത്ത് ധാരാളം പുതിയ കാസറ്റ് കമ്പനികൾ കടന്നു വന്നു. രഞ്ജിനി, നിസരി, സൗപർണിക, സെപ്റ്റ്യൂൺ, മാഗ്ന സൗണ്ട്, ഓഡിയോ ട്രാക്സ്, ഈസ്റ്റ് കോസ്റ്റ്, സർഗം സ്പീഡ് ഓഡിയോസ്, മനോരമ മ്യൂസിക് എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. തിരുവോണത്തിരുനാളായി തിരുമേനിയെ വരവേൽക്കാൻ തില്ലാന പാടി വരും കാറ്റേ. സഹ്യന്റെ താഴ്വരയിൽ തേനുണ്ണാൻ പോയി വരും പോത്തുമ്മി പെണ്ണാളെ കണ്ടോ. പൂമുറ്റമടിക്കേണ്ടേ, പൂമ്പട്ടു വിരിക്കേണ്ടേ, ചേലുള്ളൊരു പൂക്കളമെഴുതേണ്ടേ. പൂവേ പൊലി പാടി നടക്കേണ്ടേ. പുതിയ കാസറ്റുകളുടെ തള്ളിക്കയറ്റത്തിനിടയിൽ പാട്ടുകളുടെ നിലവാരവും കുറഞ്ഞു വന്നു. എങ്കിലും രഞ്ജിനി കാസറ്റ്സ് പതിവായി എല്ലാ വർഷവും ഓണപ്പാട്ടുകളുമായി എത്തിയിരുന്നു. ONV, ബിച്ചു തിരുമല, ബേണി ഇഗ്നേഷ്യസ്, MG രാധാകൃഷ്ണൻ, ഔസേപ്പച്ചൻ, K രാഘവൻ എന്നീ പ്രഗത്ഭരും രഞ്ജിനിക്കു വേണ്ടി ഗാനസദ്യ ഒരുക്കി. തുയിലുണരു തുയിലുണരു തുമ്പികളെ, തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ. തിരുവോണപ്പുലരി വന്നു, തൃക്കാക്കര നട തുറന്നു. പ്രമുഖ കമ്പനിയായ മാഗ്ന സൗണ്ടിനും ഉണ്ടായിരുന്നു ഓണപ്പാട്ടുകൾ. വീണ്ടും ഒരു പൊന്നോണം, ശ്രീകുമാരൻ തമ്പിയുടെ പൂവണി തുടങ്ങിയവയാണവ. KS ചിത്രയുടെ ഉടമസ്ഥതയിലുള്ള ഓഡിയോ ട്രാക്സ് ആകട്ടെ ചിത്തിരത്തുമ്പിയുമായാണ് എത്തിയത്. PK ഗോപിയുടെ വരികൾക്ക് രഘുകുമാറിന്റെ ഈണം, ചിത്രയോടൊപ്പം വേണുഗോപാലും
ചിത്തിരത്തുമ്പിയിൽ പാടിയിരുന്നു. നല്ല ഓണപ്പാട്ടുകൾ ഒരുക്കിയ മറ്റൊരു കമ്പനിയാണ് മനോരമ മ്യൂസിക്. 2000 റിലീസായ പൂക്കാലം എന്ന കാസറ്റിലെ പ്രധാന ഗായകൻ ജി വേണുഗോപാലും രാധിക തിലകുമായിരുന്നു. ഗാനശില്പികൾ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയും KG ജയനുമായിരുന്നു. ശ്രീരാഗാദ്രം മലയാളം എന്റെ മാനസ സരസിലെ രാഗമരാളം പാടിയുണർത്തും മലയാളം. ശ്രീരാഗാദ്രം മലയാളം എന്റെ മാനസ സരസിലെ രാഗമരാളം പാടിയുണർത്തും. ഓണപ്പൂക്കളത്തെ വർണ്ണാഭമാക്കാൻ മലയാളത്തിന്റെ പ്രിയ കവി കൈതപ്രവും ഗാനസുമങ്ങളുമായി വന്നു. മനോരമ മ്യൂസിക്സിന്റെ നിറമാലയിലെ ഉത്രാട പൂവിളിയിൽ എന്ന ചടുല താളത്തിലുള്ള സണ്ണി സ്റ്റീഫന്റെ ഈ ഗാനം നമ്മുടെ മനസ്സുകളെയും പ്രതീക്ഷകളും ഉത്സാഹവും കൊണ്ട് നിറയ്ക്കുന്നു. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, ഉത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, ഉത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണിയും പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടിയുലയുകയായി. പ്രകൃതി തൊഴുതുണരും. കേട്ടാലും കേട്ടാലും മതിവരാത്ത എത്രയെത്ര ഓണപ്പാട്ടുകളിലൂടെ ഇക്കാലത്തിനുള്ളിൽ നമ്മൾ കടന്നുപോയി. പഴംപാട്ടുകളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നും ഉറവയെടുത്ത ഗാനധാരകൾ ഒരു കൊച്ചു കാട്ടരുവിയായി പിന്നെയൊരു നദിയായി കുതിച്ചൊഴുകുന്നതും നമ്മൾ കണ്ടുനിന്നു. ആ പ്രവാഹത്തിന്റെ അലയൊലികൾ ഇനിയുമേറെ കാലങ്ങൾ കഴിഞ്ഞാലും പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കും. മലയാളമുള്ള കാലത്തോളം ഈ വാഹിനീ തടങ്ങളിൽ ഓണത്തിന്റെ മണവും ഈണവും നിറഞ്ഞു നിൽക്കും. ആ വലിയ ദിവാഞ്ചിയും മുൻനിരയിൽ പായിപ്പാട്ടാറ്റിൽ വള്ളംകളി, പമ്പാ നദി തിരക്ക് ആർപ്പുവിളി.